സ്തോത്രം. ഇന്ന് പകലിൽ നമ്മളൊക്കെ നനയ്ക്കുന്നത് കുറഞ്ഞു പോകും. നമ്മൾ നനച്ചാൽ കുറഞ്ഞു പോകും. തമ്പുരാന്റെ നിലവുകൾ നമ്മുടെ നിലവുകൾക്ക് അപ്പുറത്തെ തിരുവചനം പറയുന്നു, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാ എന്റെ കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ കുറഞ്ഞു പോകും. ഞാൻ തന്നാൽ വാരിക്കോരി തരും. സ്തോത്രം. തമ്പുരാൻ തന്നാൽ നമുക്ക് മതിയാവോളം തരും. നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതേ കിട്ടത്തുള്ളൂ. പക്ഷെ ദൈവം തന്നാൽ അത്യത്ഭുതമായി തരും. ഈ ഭാഗം രണ്ട് ഭാഗമായിട്ട് ചിന്തിക്കണം. ഈ ഭാഗം രണ്ട് ഭാഗമായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ, നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി, രണ്ടാമത്തെ ഭാഗം നാം നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി. ധനവാനായ സഖായി എന്ന മനുഷ്യനുണ്ടായി, ചുങ്കക്കാരൻ. ഈ മനുഷ്യൻ കാട്ടത്തിമേൽ കയറി ദൈവത്തെ കാണും. ഈ മനുഷ്യൻ ചിന്തിച്ചതല്ല, എന്റെ ദൈവം കാണും. ആണോ? എനിക്ക് ദൈവം യേശുവിനെ കാണും, യേശു എന്നെ കാണും. ഇത് പല വിശ്വാസികളുടെയും കാര്യമാണ്. എനിക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും അനുഗ്രഹം പ്രാപിക്കും, പക്ഷെ യേശുവിനെ അങ്ങനത്തെ പരിപാടിയൊന്നും വേണം. യേശുവിനെ കണ്ട യേശു നിബന്ധനകളൊക്കെ വെക്കും. നിബന്ധന വെക്കണ്ട, അതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പറയും. യേശുവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും സക്കായി എന്തെങ്കിലും യേശു പറഞ്ഞിട്ടാണോ പറഞ്ഞത്? അല്ല, യേശു കൂടെ ഇറങ്ങി ചെന്നപ്പോഴേ സക്കായി ഡിമാൻഡ് നമ്മൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വഴിയതോളാം. അപ്പൊ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന് അബ്രഹാമിന്റെ തന്ത്രിയാവുന്നു. അസാമാന്യ അനുഗ്രഹമല്ലേ, ആ നാട്ടിൽ മുഴുവൻ അനുഗ്രഹമായിരുന്നു. ഇവനെ ശപിച്ചവരൊക്കെ പിറ്റേ ദിവസം മുതൽ ഇവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നു. തമ്പുരാൻ ഒരുത്തന്റെ ഉള്ളിൽ വന്നാൽ, നമ്മൾ ഒതുങ്ങിയാണെ പോലെ യേശുവിനെ കാണാൻ തയ്യാറാണെങ്കിൽ നമ്മെ നാട്ടുകാർ അനുഗ്രഹിക്കത്തക്ക നിലവാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരേണ്ടതായിരിക്കും. ദൈവത്തിന് സ്തോത്രം.